ഹലോ ഗൈസ്, ഞാൻ ചെറിയൊരു ഹൗസ് ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇവിടെ UK താമസിക്കുന്നവർക്ക് ആരും തന്നെ ഇതിനു വേണ്ടി സമയവും പണവും ചിലവഴിക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എല്ലാവരും എന്തായാലും നല്ലൊരു സമയം ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. അപ്പം അത്ര വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ എന്നാലും എല്ലാവരും വീടുകളിൽ ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്നതാണ്. നമ്മുടെ ടോയ്ലറ്റിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇനി വെള്ളം വീഴുന്ന മെയിൻ ഭാഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു വില്ലനാണ് സംഭവം. പക്ഷെ അതിനുവേണ്ടി നമ്മളൊക്കെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ പല തരത്തിലുള്ള കെമിക്കൽസ് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് അതിൽ റിമൂവ് ചെയ്യാനുള്ള ഈ ബ്ലാക്ക് മോൾഡ് നമ്മുടെ ഈ മൊത്തം വിൻഡോയിൽ വരുന്നതല്ല, ടോയ്ലറ്റിലും കിച്ചണിലും വെള്ളമൊക്കെ വീഴുന്നിടത്ത് വരുന്ന ഒരു ബ്ലാക്ക് മോൾഡാണ്. അത് റിമൂവ് ചെയ്യുന്നതിൻ്റെ സംഭവമാണ്. ഞാനത് കാണിച്ചു തരാം. അതിനു മുമ്പ് ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ റിസൾട്ട് അവർക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസും പറയണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ആദ്യമായിട്ട് ചിലപ്പോൾ ഇവിടെ വരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട്. പലർക്കും ഇവിടുത്തെ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ഒരു വീടിൻ്റെ രീതിയൊക്കെ അത്രയും പോപ്പുലർ ആയിരിക്കത്തില്ല. അപ്പോൾ അവരിൽ പലരിലും ഇത് കൺഫ്യൂഷൻ ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നൊക്കെ വളരെ അവർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ നോക്കുന്നതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ കണ്ടില്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടത്. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കണം. ഇതുപോലെ ബ്ലാക്ക് മോൾഡ് ഇങ്ങനെ ടോയ്ലറ്റിലും കിച്ചണിലും ഒക്കെ ഈ വെള്ളം സിങ്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വെള്ളം വീണ് ഇപ്പോഴും വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഒരു തിക്ക് ബ്ലീച്ചാണ്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നോർമൽ ബ്ലീച്ച്, അത് ഫ്ലേവേർഡ് വേണമെന്നില്ല, പ്ലെയിൻ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ കൊണ്ടിരുന്നത് ഒരു ഫ്ലേവർ ടൈപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ അത് കാണിച്ചതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ടിഷ്യൂ, അത് ടോയ്ലറ്റ് റോൾ ടിഷ്യൂ ആവാം, ഇല്ലെങ്കിൽ കിച്ചൺ ടവൽ ടിഷ്യൂ ആയാലും കുഴപ്പമില്ല. ഇതാണ് നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന സംഭവം. ഇനി എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വേറെ ഒന്നുമില്ല, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലീച്ച് ജസ്റ്റ് നല്ല ഡ്രൈ ആയാലും വെറ്റായാലും കുഴപ്പമില്ല. നമ്മളിത് ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ബ്ലീച്ച് ആദ്യം തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഉറപ്പാക്കണം. എല്ലായിടത്തും ബ്ലീച്ച് കൃത്യമായി എത്തി എന്നുള്ളത് ഉറപ്പാക്കുക. ഇത് നമ്മൾ റബ്ബ് ചെയ്തോ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഈ ടിഷ്യൂ ഇല്ലേ, അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക. അതും ഉറപ്പാക്കണം ടിഷ്യൂ ആ ബ്ലാക്ക് മോൾഡിൽ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇങ്ങനെ ആ ടിഷ്യൂ ഫുള്ളായിട്ട് പ്ലേസ് ചെയ്യാം. ശേഷം വീണ്ടും നമ്മൾ ബ്ലീച്ച് ആ ടിഷ്യൂവിൻ്റെ മേളിലൂടെ ഒഴിച്ചു കൊടുക്കണം. ഉറപ്പാക്കുക ബ്ലീച്ച് എല്ലായിടത്തും കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോളമായി നമ്മൾ മറ്റേ ബ്ലീച്ചും ടിഷ്യൂ മുക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ അത് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് മാറ്റുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, യാതൊരുവിധ അധ്വാനവും ഇല്ലാതെയാണ് ക്ലിയർ ആയി വന്നിരുന്നുണ്ടോ. ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നില്ലേ? റബ്ബ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ബ്ലീച്ച് ഒഴിക്കുക, ടിഷ്യൂ മുക്കി ഒഴിക്കുക, അരമണിക്കൂർ കഴിയുമ്പോൾ മാറ്റുക. ഇപ്പം കണ്ടതുപോലെ തന്നെ വെറും ഒരു 60 പെൻസ് അല്ലെങ്കിൽ 70 പെൻസ് വരുന്ന ബ്ലീച്ച്, തിക്ക് ബ്ലീച്ച്, അത് ജസ്റ്റ് ഒഴിച്ചു, ഒരു ഇച്ചിരി ടിഷ്യൂ വെച്ചു, വീണ്ടും റിപ്പീറ്റഡ്ലി വീണ്ടും ആ ടിഷ്യൂവിന് മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചു. ഹാഫ് ആൻ അവർ ഞാൻ റെസ്റ്റ് ചെയ്യും. 1/2 to 35 മിനിറ്റ്സോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. മേ ബി കുറച്ചുകൂടെ സമയം ഇരുന്നായിരുന്നെങ്കിൽ ഇച്ചിരി പ്രോപ്പറായിട്ട് നമുക്കത് കിട്ടിയേനെ, ക്ലിയർ ആയി കിട്ടിയേനെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം മിക്കവാറും തന്നെ കിച്ചൺ സിങ്കിൻ്റെ അവിടെയും ടോയ്ലറ്റിൻ്റെ അവിടെയൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ വെള്ളം വീഴുന്ന ഭാഗങ്ങളിലാണ്, ആ സിലിക്കൺ ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്
ഇത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.